ഹൃദയം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റിനു വേണ്ടി അതിശക്തമായി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. മുൻകാല ചോദ്യങ്ങള് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദീകരണവുമായിട്ടാണ് ഹൃദയം മലയാളം നിങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, രാമായണ കഥയെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട ഏത് കൃതിയിലാണ് പാതാള രാവണവധം കാണുന്നത്? രാമായണ കഥയെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട ഏത് കൃതിയിലാണ് പാതാള രാവണവധം കാണുന്നത്? ഓപ്ഷൻസിൽ ഏതൊക്കെയുണ്ട്? രാമകഥാപാട്ട്, തിരുനിഴൽമാല, രാമചരിതം, കണ്ണശ രാമായണം. രാമകഥാപാട്ട്, തിരുനിഴൽമാല, രാമചരിതം, കണ്ണശ രാമായണം. അപ്പൊ ഇതില് ഉത്തരം എന്ന് പറയുന്നത് രാമകഥാപാട്ടാണ്. രാമകഥാപാട്ടിലാണ് പാതാള രാവണവധം കാണുന്നത്. ഇനി പാതാള രാവണവധം എന്നുള്ള രീതിയിൽ ആ പേരിൽ തന്നെ മറ്റു ചില കൃതികളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. പാതാള രാമായണം കിളിപ്പാട്ട് വടക്കൻ കോട്ടയത്ത് കേരളവർമ്മയാണ് രചിച്ചത്. പാതാള രാമായണം കിളിപ്പാട്ട്. പാതാള രാവണവധം ആട്ടക്കഥ. പാതാള രാവണവധം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് പറവൂർ കേശവനാശാനാണ്. ചിലപ്പോ ഇനി അടുത്ത പരീക്ഷയ്ക്ക് പാതാള രാവണവധം കിളിപ്പാട്ട് രചിച്ചതാര് എന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കുക, പാതാള രാവണവധം കിളിപ്പാട്ട് വടക്കൻ കോട്ടയത്ത് കേരളവർമ്മയും പാതാള രാവണവധം ആട്ടക്കഥ പറവൂർ കേശവനാശാനുമാണ് രചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കല്യാണ സൗഗന്ധികം ആട്ടക്കഥയായും നാടകമായും തുള്ളലായും കൈകൊട്ടിക്കളിയായും കേരളീയ നാട്യവേദികളിൽ ഉണ്ട്. ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ് അല്ലെ. കല്യാണ സൗഗന്ധികം ആട്ടക്കഥയായും നാടകമായും തുള്ളലായും കൈകൊട്ടിക്കളിയായും കേരളീയ നാട്യവേദികളിൽ ഉണ്ട്. ഓപ്ഷൻ എ, ഭാഗികമായി ശരി, ആട്ടക്കഥയും തുള്ളലും ഉണ്ട്. ഓപ്ഷൻ ബി, ഭാഗികമായി ശരി, നാടകവും ആട്ടക്കഥയും തുള്ളലും ഉണ്ട്. ഓപ്ഷൻ സി, പൂർണ്ണമായും ശരി. ഓപ്ഷൻ ഡി, ഭാഗികമായി ശരി, തുള്ളൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥയെ കുറിച്ച് പഠിക്കുമ്പോൾ അതേ പേരിലുള്ള മറ്റു കൃതികളെയും കൂടി അറിഞ്ഞു വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇതിന്റെ ഉത്തരം ഏതാണ് നമുക്ക് നോക്കാം. ഭാഗികമായി ശരി, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഭാഗികമായി ശരി, നാടകവും ആട്ടക്കഥയും തുള്ളലും ഉണ്ട്. നാടകമുണ്ട്, ആട്ടക്കഥയുണ്ട്, തുള്ളലുണ്ട്. അപ്പൊ നമുക്കിനി കല്യാണ സൗഗന്ധികം ആട്ടക്കഥ ആരാണ് രചിച്ചിരിക്കുന്നത്, കല്യാണ സൗഗന്ധികം നാടകം ആരാണ് രചിച്ചിരിക്കുന്നത്, കല്യാണ സൗഗന്ധികം തുള്ളൽ ആരാണ് രചിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് നമുക്കറിയാം കോട്ടയം തമ്പുരാനാണ്. കോട്ടയം തമ്പുരാന്റെ പ്രധാനപ്പെട്ട 4 ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? ഭഗവതം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം. ഏറ്റവും പ്രധാനപ്പെട്ടത് നിവാദ കവച കാലകേയവധമാണ്. അതിലെ ആ ഒരു കൃതിയെ, ആട്ടക്കഥയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നെറ്റിനും സെറ്റിനും കേട്ടറ്റിനും HSA മുതലായ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കോട്ടയം തമ്പുരാന്റെ കൃതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടതാണ്. ഭഗവതത്തിൽ ഭീമൻ, കല്യാണ സൗഗന്ധികത്തിൽ ഭീമൻ, കിർമീരവധത്തിൽ യുധിഷ്ഠിരൻ, നിവാദ കവച കാലകേയവധത്തിൽ അർജുനനുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പം കല്യാണ സൗഗന്ധികം ആട്ടക്കഥ എന്ന് പറയുന്നത് ആരുടേതാണ്? കോട്ടയം തമ്പുരാന്റേതാണ്. ഇനി അടുത്തത് നാടകം. കല്യാണ സൗഗന്ധികം നാടകം ആരാണ് രചിച്ചിരിക്കുന്നത്? ചിലപ്പം കല്യാണ സൗഗന്ധികം ആട്ടക്കഥ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെ. എന്നാൽ നാടകം ആരാ രചിച്ചിരിക്കുന്നത്? പി ബാലചന്ദ്രനാണ് കല്യാണ സൗഗന്ധികം നാടകം രചിച്ചിരിക്കുന്നത്. പി ബാലചന്ദ്രൻ, കല്യാണ സൗഗന്ധികം നാടകം. അടുത്തതായിട്ട് തുള്ളൽ. കല്യാണ സൗഗന്ധികം തുള്ളൽ ആരാണ് രചിച്ചിരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരാണല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് ശീതങ്കൻ തുള്ളലാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രസാദനം തുടങ്ങിയ കാലക്രമം അനുസരിക്കുന്ന ഗണം ഏത്? പ്രസാദനം തുടങ്ങിയ
കാലക്രമം അനുസരിക്കുന്ന ഗണം ഏത്? ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തത് രാജ്യസമാചാരം, സ്വദേശാഭിമാനി, കേരള കൗമുദി, കേരളമിത്രം. രണ്ടാമത്തത് സ്വദേശാഭിമാനി, രാജ്യസമാചാരം, കേരള കൗമുദി, കേരളമിത്രം. മൂന്നാമത്തത് രാജ്യസമാചാരം, സ്വദേശാഭിമാനി, കേരളമിത്രം, കേരള കൗമുദി. 4 രാജ്യസമാചാരം, കേരളമിത്രം, സ്വദേശാഭിമാനി, കേരള കൗമുദി. അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഗണം? ഇത് ശരിയായിട്ടുള്ള ഗണം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം? ഓരോ പത്രത്തിന്റെയും അല്ലെ പുറത്തിറങ്ങിയ വർഷം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ശരിയായ ഗണം തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നവയുടെ വർഷം ഏതാണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഏതാണ് ശരിയായ ഗണം എന്ന് പരിശോധിക്കാം. രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷം എന്ന് പറയുന്നത് 1847 ജൂണിലാണ്. അതിനുശേഷം പശ്ചിമോദയം ഉണ്ടല്ലേ, പശ്ചിമോദയം 1847 ഒക്ടോബറിലാണ്. പശ്ചിമോദയം ഇവിടെ ഓപ്ഷനിലില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. രാജ്യസമാചാരം 1847. പിന്നെ കേരളമിത്രം, കേരളമിത്രത്തിന്റെ വർഷം 1881. കേരളമിത്രം 1881. സ്വദേശാഭിമാനി 1905. പിന്നെ ഏതാണ് കൊടുത്തിട്ടുള്ളത്? കേരള കൗമുദി. കേരള കൗമുദി 1911. അപ്പൊ ഏകദേശം ഉത്തരം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ആദ്യം രാജ്യസമാചാരാണ് പ്രസാധനം ചെയ്തത്, പിന്നെ 1847. പിന്നെ ഏതാണ്? 1881 കേരള മിത്രം. പിന്നെ ഏതാണ് വരുന്നത്? 1905 സ്വദേശാഭിമാനി. ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏറ്റവും അവസാനം പ്രസാധനം ചെയ്തിരിക്കുന്നത് കേരള കൗമുദി 1911. അപ്പം ഉത്തരം എന്ന് പറയുന്നത് ഇതിലേതാണ്? ഓപ്ഷൻ 4 ആണ് അല്ലെ. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പരിശീലനം അവസാനിക്കുന്നില്ല. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും മുൻകാല ചോദ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി ശ്രമിക്കുക, സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയട്ടെ, ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഇരിക്കാൻ കഴിയട്ടെ. താങ്ക് യു.